ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം ചോദിച്ച് എൻ പ്രശാന്ത് IAS ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെയാണ് വിശദീകരണം ചോദിച്ച് കത്ത് നൽകിയിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ IAS തലപ്പത്ത് ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ? രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് പ്രശാന്തിന്റെ തീരുമാനം, അങ്ങനെയാണ് അല്ലേ? ഈ തലപ്പത്തെ പോര് അത് അസാധാരണമായ തലത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ എൻ പ്രശാന്ത് IAS. ഈ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെയാണ് ഈ വിശദീകരണ കത്ത് ഇപ്പോൾ പ്രശാന്ത് നൽകിയിരിക്കുന്നത്. 7 കാര്യങ്ങളാണ് പ്രധാനമായും ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരനോട് മറുപടി നൽകാനായിട്ട് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുശേഷം ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്നാണ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ജയതിലകും ഗോപാലകൃഷ്ണനും പരാതി നൽകിയിട്ടില്ല. പിന്നെ എന്ത് കാരണത്താലാണ് സർക്കാർ സ്വന്തം നിലയിൽ ഈ മെമ്മോ നൽകുന്നത്, എന്തിനാണ് എന്നതാണ് ഒരു ചോദ്യം. ഒപ്പം തന്നെ ഈ സസ്പെൻഡ് ചെയ്യുന്നതിലും ചാർജ് മെമ്മോ നൽകുന്നതിലും മുൻപ് എന്തുകൊണ്ട് തന്റെ ഭാഗം തന്നെ കേട്ടില്ല എന്നതും ഈ കത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ചാർജ് മെമ്മോയ്ക്കൊപ്പം വെച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത്, കൂടാതെ ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ശേഖരിച്ചത്, ഏത് ഉദ്യോഗസ്ഥനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്, തനിക്ക് കൈമാറിയ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ്, അങ്ങനെയെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ചാർജ് മെമ്മോ തയ്യാറാക്കിയത് എന്ന് വ്യക്തമാവുകയാണ്. ഇതിനൊക്കെ ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്നാണ് നിലവിൽ പ്രശാന്ത് IAS ആവശ്യപ്പെടുന്നത്. എന്തായാലും IT നിയമപ്രകാരം ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകൾ സർട്ടിഫൈ ചെയ്ത് കൃത്രിമമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം ഈ കത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന IAS തലപ്പത്തെ പോരാണ് ഇപ്പോൾ അസാധാരണമായ രീതിയിലേക്ക് മാറുന്നത്. ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രശാന്ത് IAS കത്ത് അയച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്ന് ജയതിലകനെ വിളിച്ചതിന് ശേഷമാണ് സർക്കാർ ഒരു ചാർജ് മെമ്മോ നൽകുന്നത്. അപ്പോൾ ഇതിലാണ് ഈ തനിക്ക് എന്തിന് ചാർജ് മെമ്മോ നൽകി അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് എൻ പ്രശാന്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഈ സർക്കാരിനെ പോലെ നാണം കെടുത്തുന്ന തലത്തിലേക്ക് ഈ പോരെത്തുകയാണോ? അതായത് ഒന്നും രണ്ടും കാര്യങ്ങളല്ല, 7 കാര്യങ്ങൾ ആ കത്തിൽ സൂചിപ്പിക്കുന്ന 7 കാര്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രശാന്ത് IAS കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്, ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഈ കത്തിന് ശേഷം ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്ന ഷാഠ്യം കൂടിയാണ് പ്രശാന്ത് എടുത്തിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി മറുപടി നൽകേണ്ട കാര്യങ്ങളൊക്കെ അക്കമിട്ട് കത്തിൽ നിരത്തുന്നുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതും. തനിക്കെതിരെ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ചീഫ് സെക്രട്ടറി ഈ കത്തിൽ എന്ത് മറുപടി നൽകും, എന്തായിരിക്കും തുടർന്നുള്ള നീക്കങ്ങളൊക്കെ ആകാംക്ഷയോട് തന്നെയാണ് നോക്കുന്നത്. എന്തായാലും തലപ്പത്തെ പോര് ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ. ശരി അഞ്ജു. അങ്ങനെ IAS തലപ്പത്തിലെ പോര് അത് അയവില്ലാതെ തുടരുകയാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാവരും മാതൃകയാക്കാൻ തീരുമാനിക്കുന്നവരാണ് IASകാർ. സമൂഹത്തിന് എപ്പോഴും മാർഗദർശികളാണ്. വിദ്യാസമ്പന്നരും ഒരു ഭരണ സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരും നയിക്കുന്നവരുമായ IAS ഉദ്യോഗസ്ഥർ. അവർക്കിടയിലെ ഈ ചേരിപ്പോര് സർക്കാരിന് പോലും കളങ്കമുണ്ടാക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നിലവിലെ ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ.